എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളുടെ HD ക്വാളിറ്റി പ്രിന്റ് ആദ്യമേ ലഭിക്കാൻ താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ലിങ്ക് വർക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം ലിങ്ക് വഴി സിനിമ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് കള്ളം എന്ന സിനിമയെക്കുറിച്ചാണ്. ജിയോ ബേബി നായകനായി മനോരമ മാക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് കള്ളം. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ കോമഡി ഡ്രാമ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് മാഡ് സ്ക്വയർ എന്ന സിനിമയെക്കുറിച്ചാണ്. നിതിൻ നായകനായി തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമയാണ് മാഡ് സ്ക്വയർ. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കോമഡി ഡ്രാമ ആക്ഷൻ ജോണറിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമ മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് തരുണം എന്ന സിനിമയെക്കുറിച്ചാണ്. കിഷൻ ദാസ്, സ്മൃതി വെങ്കട്ട് തുടങ്ങിയവർ പ്രധാന റോളിലെത്തിയ ഡ്രാമ ത്രില്ലർ റൊമാൻറ്റിക് തമിഴ് സിനിമയാണ് തരുണം. തെങ്കോട്ട OTT പ്ലാറ്റ്ഫോമാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ തെങ്കോട്ട വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് കുമ്മാട്ടിക്കളി എന്ന സിനിമയെക്കുറിച്ചാണ്. കള്ളം എന്ന സിനിമയോടൊപ്പം ഇന്ന് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ് കുമ്മാട്ടിക്കളി. മാധവ് സുരേഷ്, ലന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി ഡ്രാമ ഫാമിലി ജോണറിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമ മനോരമ മാക്സ് വഴി ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് OTT റിലീസ് ചെയ്ത മറ്റൊരു തമിഴ് സിനിമയാണ് നിറം മാറും ഉലകിൽ. ബ്രിട്ടോ സംവിധാനം ചെയ്ത് നടരാജൻ നായകനായി ഡ്രാമ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമ സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ED എന്ന സിനിമയെക്കുറിച്ചാണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തി ഡാർക്ക് കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് എക്സ്ട്രാ ഡീസൻറ്റ്. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഏപ്രിൽ 26-ന് നാളെ വൈകിട്ട് 7 മണിക്ക് ശേഷം ചിത്രം സൈനാപ്ലേ വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ എന്നിവർ തകർത്തഭിനയിച്ച് ഫെബ്രുവരി മാസം തിയേറ്ററിലേക്ക് എത്തി അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ചിത്രം ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച മെയ് 2-ന് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ സ്ട്രീമിംഗ് ഉണ്ടാവും. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഭാവന അതിഥി രവി കോംബോയിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ഹണ്ട്. ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും നിരവധി ആരാധകരാണ് സിനിമയുടെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത പുറത്തു വരുമ്പോൾ മനോരമ മാക്സ് സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച മെയ് മാസം ഫസ്റ്റ് വീക്കിൽ ഹണ്ട് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.